ശുശ്രൂഷ ജീവിതം ദൈവം വലിയ അനുഗ്രഹമാക്കി തീർത്തു. ഞങ്ങളുടെ തിരുവനന്തപുരം സഭയുടെ ശുശ്രൂഷ ഇന്ന് പൂർത്തിയാവുകയാണ്. ഈ 5 വർഷക്കാലം ഈ സഭയിൽ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം അച്ഛനെ നിയോഗപ്പെടുത്തി. വലിയൊരു പ്രതികരണത്തിൻ്റെ സമയത്താണ് ഞങ്ങളുടെ സഭയിലെ ശുശ്രൂഷ ഏറ്റെടുത്തുകൊണ്ട് പരാമർശിച്ച കാര്യങ്ങളോട് ഞാൻ കടക്കാതെ എന്നെ സ്പർശിച്ച 1-2 പോയിന്റുകൾ മാത്രം പറയാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാലാകാലങ്ങളിൽ ദൈവം തന്നെ ശ്രേഷ്ഠ ശുശ്രൂഷകരെ ഈ സഭയിൽ നിയോഗിച്ചിട്ടുണ്ട്. ഈ 5 വർഷക്കാലവും ദൈവം തൻ്റെ ആ ദൗത്യം തുടർന്നു. തികച്ചും ദൈവഭക്തനായ, ദൈവത്തിൻ്റെ വിനീതദാസനായ, വിനീത സേവകനായ ഒരു ദൈവദാസനെയാണ് ഇക്കഴിഞ്ഞ 5 വർഷവും ദൈവം നമുക്ക് സമ്മാനിച്ചത്. ചന്ദ്രൻ പരാമർശിച്ചതുപോലെ നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മുടെ ഭവനത്തിൽ ഓടി വരികയും, നമ്മൾ ആരെങ്കിലും ആശുപത്രിയിലാണെങ്കിൽ, ഏത് ലങ്കയിലുള്ള ആശുപത്രിയാണെങ്കിലും തൻ്റെ സ്കൂട്ടർ ഓടിച്ച് എത്തുന്ന ഒരു പതിവ് കാഴ്ച നാം കണ്ടിട്ടുണ്ട്. നമ്മൾ മാത്രമല്ല, നമ്മുടെ ഏറ്റവും ബന്ധപ്പെട്ട ബന്ധുക്കളാണ് ആശുപത്രിയിലാണെങ്കിലും, കിംസിലാണെങ്കിലും, നെയ്യാറ്റിൻകര ആശുപത്രിയിലാണെങ്കിലും, ബാലഗ്രാമപുരത്തുള്ള നിംസ് ആശുപത്രിയിലാണെങ്കിലും കൊണ്ട് പെട്ടെന്നിറങ്ങി വീട്ടിലേക്ക് പോകുന്ന ഒരു പതിവുണ്ടല്ലോ. അച്ഛൻ ആശീർവാദം കഴിഞ്ഞ ഉടനെ ആൾക്കിൽ നിന്ന് ഇറങ്ങി കൂപ്പുകയും വിനയ സ്വഭാവത്തോടും കൂടി നമ്മളെ സമീപിച്ചിട്ടുള്ളത് അതൊരു ഹൃദയഭേദകമായ കാഴ്ചയാണ്. മറ്റുള്ള അച്ഛന്മാരിൽ നിന്നൊന്നും ഞാനിത് കണ്ടിട്ടില്ല. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ നമ്മൾ ഓടി വന്ന അച്ഛനെ കാണും. ഇതങ്ങനെയല്ല. കൂപ്പുകയോട്, സൗമ്യ സ്വഭാവത്തോട്, നിറപുഞ്ചിരിയോടുകൂടി നമ്മളെ ഓടിയെത്തി സമീപിച്ച് കുശലാന്വേഷണം നടത്തുന്ന അച്ഛൻ നമ്മുടെ വിജയനാഥ അച്ഛൻ മാത്രമാണ്. സ്വാഗതം ആശംസിക്കാനുള്ളത് ഇത്തരത്തെ പ്രിയപ്പെട്ട മക്കളായ ഗ്രേസിനും ഗാർവിനുമാണ്. ദിവസങ്ങളിൽ പ്രിയ ഗ്രേസിൻ വ്യക്തിപരമായിട്ടും റിജോ ഞാൻ സ്വാഗതമാണ്. സഭാ സെക്രട്ടറി കൂടിയായ ഡോക്ടർ വില്യം ജോൺ അവരുകൾക്കാണ്. സഭയിൽ പ്രവർത്തിച്ച ചർച്ച് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ വില്യം ജോൺ, നിയുക്ത ചർച്ച് സെക്രട്ടറി ഡിക്കനസ്, ഇവിടെ ആയിരിക്കുന്ന സഭാവിശ്വാസികളെ, അച്ഛൻ്റെ സഹോദരങ്ങളെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം ആശംസിക്കുന്നു. ഞാൻ അച്ഛനിൽ നിന്ന് പഠിച്ച ഒരു പാഠം, ഞാൻ ഈ അച്ഛന്മാരും ഞാൻ പല ആൾക്കാരുമായിട്ട് ഇടപെടുമ്പോൾ അവരെയൊക്കെ ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. അച്ഛനിൽ നിന്ന് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞത് ക്ഷമയുടെ ഒരു ദാസനാണ്. അച്ഛനോടൊപ്പം ഒരു സഹോദരനെ പോലെ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. കൊച്ചമ്മയോടൊപ്പം 2 മക്കളോടൊപ്പം ഒക്കെ ആയിരിക്കുവാൻ കഴിഞ്ഞു. ഇവിടെയുള്ള എല്ലാ സഭാവിശ്വാസികളും അച്ഛനിൽ അർപ്പിച്ച സ്നേഹം, വിശ്വാസമൊക്കെ അച്ഛൻ ഞങ്ങൾക്ക് തിരിച്ചു തന്നു. ഇനി പോകുന്ന ദേവാലയത്തിലും ഇതിനേക്കാൾ നല്ല ശുശ്രൂഷ ചെയ്യുവാൻ പരിശുദ്ധനായ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയും ചെയ്യുന്നു. അച്ഛനും കുടുംബത്തിനും ആശംസയരുളുവാൻ ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. മുൻ സെക്രട്ടറിമാരായി സേവനം
രണ്ട് നല്ല വ്യക്തിത്വത്തിന് ഉടമകളാണ് ഇപ്പോൾ നമ്മുടെ ഈ വേദിയിൽ നമ്മോടൊപ്പം ഇരിക്കുന്നത്. അവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കും മുമ്പ് 5 വർഷക്കാലം അച്ഛനും കുടുംബവും ഈ സഭയിൽ ചെയ്ത നല്ല പ്രവർത്തനങ്ങളെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരട്ടെ. റവറൻഡ് വിജയരാജ് അച്ഛൻ പ്രവർത്തനങ്ങൾ 2020 മുതൽ 2025 ജൂൺ വരെ CSI തിമനിച്ചൽ സഭയിലെ 5 വർഷക്കാല പുരോഗമനങ്ങളുടെ പിന്നിൽ അച്ഛൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും നിരന്തര പരിശ്രമവുമായിരുന്നു. 5 വർഷം ഇവിടുത്തെ ശുശ്രൂഷ പൂർത്തീകരിക്കുവാൻ അച്ഛന് സാധിച്ചുവെന്നുള്ളത് അഭിമാനം അർഹിക്കുന്നതാണ്. സഭയിലെ കുടുംബസംഖ്യ വർദ്ധിപ്പിക്കുന്നതിനും സ്നാനം, സ്ഥിരീകരണം, ഭവന നിർമ്മാണം, ഭവന പുനഃപ്രതിഷ്ഠ, ആടുവളർത്തൽ പദ്ധതി, ക്രിസ്മസ് ലേലം, ക്രിസ്മസ് പ്രോഗ്രാം ഇവയുടെ എല്ലാം അനുഗ്രഹത്തിന് അച്ഛൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും കഠിന പരിശ്രമവും ഉണ്ടായിരുന്നു. തിമിരിച്ചൽ സഭയിലെ യുവജന മക്കൾ കൂടുതൽ ഓർമ്മിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 22ഓളം കുഞ്ഞുങ്ങളെ വിവാഹ ജീവിതത്തിലേക്ക് ആനയിക്കുവാൻ അച്ഛൻ്റെ പ്രാർത്ഥനയ്ക്ക് സാധിച്ചു എന്നത്. മറ്റു സഭകളിൽ നിന്ന് വ്യത്യസ്തമായി സഭയുടെ സീലിംഗ് വർക്കിലൂടെ സഭയുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുവാൻ അച്ഛൻ പ്രധാന പങ്ക് വഹിച്ചു എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ലഭ്യമായിട്ടുള്ള ഡിസ്ട്രിക്റ്റിലെ മത്സര വിജയികൾക്കുള്ള ട്രോഫികൾ വീണ്ടും തിമിരിച്ചൽ സഭയിൽ ലഭ്യമാക്കുന്നതിനും 2023 ശ്രീജന സഖ്യ കലാകായിക മത്സരത്തിൽ 1ാം സ്ഥാനവും 2024 അഖില ലോക സൺഡേ സ്കൂൾ ദിന റാലിയിൽ 1ാം സ്ഥാനവും കരസ്ഥമാക്കുന്നതിന് അച്ഛനും കുടുംബവും വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ സഭയുടെ കലാവിരുന്നുകൾ 2024 മലയൻകീഴ് ക്രിസ്മസ് കാർണിവൽ വരെ എത്തിച്ചതിനും അച്ഛൻ്റെ പ്രയത്നം ഉണ്ടായിരുന്നു. സഭയിൽ ചെയ്ത ഇത്തരം വിലപ്പെട്ട സേവനങ്ങൾക്ക് സഭയായും കമ്മിറ്റിയായും അച്ഛനോടുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു. ഈ സമയം അച്ഛന് പാരിതോഷികം നൽകുവാനായി സ്നേഹത്തോടെ വാഗ്ദാന തുകകൾ നൽകി സഹായിച്ചവരെ ഒറ്റവാക്കിൽ നന്ദി പറയുന്നു. സഭയുടെ ഒന്നടങ്കമുള്ള സഹകരണവും കമ്മിറ്റിയോടുള്ള വിശ്വാസവുമാണ് ഈ പരിപാടിയെ ഇത്ര അമൂല്യമാക്കി തീർത്തത്. പിന്നെ ടിജി സാർ 12 വർഷം ഈ സഭയെ അച്ഛനോടൊപ്പം നിന്ന് നയിച്ച ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. അദ്ദേഹം സെക്രട്ടറി പദവിയിൽ നിന്ന് മാറിയെങ്കിലും എപ്പോൾ ഞാൻ വിളിച്ചാലും സ്നേഹത്തോടെ എനിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അദ്ദേഹത്തോടുമുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട ഡോക്ടർ വളരെ കാലം ഈ സഭയുടെ നെടുന്തൂണായി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു. ഈ പരിപാടിയിൽ അദ്ദേഹവും പങ്കെടുക്കുന്നതിൽ ഞാൻ അദ്ദേഹത്തിന് ഉള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അച്ഛൻ ഈ സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരുന്നു. അനിവാര്യതയുടെ സൃഷ്ടിയാണ് യാത്രയയപ്പ്. യാത്രയയപ്പ് നമ്മെ വിഷമിപ്പിക്കുമെങ്കിലും ഇവിടെ വിജയരാജ് അച്ഛൻ്റെ കാര്യത്തിൽ അച്ഛൻ ഇവിടെ അടുത്ത സഭയിൽ തന്നെ, തൊട്ടടുത്ത ഡിസ്ട്രിക്ട് സഭയിൽ തന്നെയാണ് അച്ഛൻ പോകുന്നത് എന്നുള്ളതിൽ നമുക്കാർക്കും വലിയ വിഷമത്തിനുള്ളവരിടയില്ല. അച്ഛൻ്റെ സേവനം ഇനി മുതൽ ആ ഡിസ്ട്രിക്ട് സഭയിൽ ഉണ്ടാകട്ടെ എന്നും അച്ഛൻ അവിടുത്തെ ഒരു മാതൃക അച്ഛനായിട്ട് തീരുവാൻ അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും ആശംസിക്കുന്നു. നന്ദിയുണ്ട് ഒരുപാട്. ഞങ്ങൾക്കും ദൈവത്തിനും ഇടയിൽ നിന്ന് ദിനവും നമ്മെ അനുഗ്രഹിക്കുവാൻ കൈയുയർത്തിയതിന്, തൻ്റെ കർമ്മവേദിയിലൂടെ ഒത്തിരി പേരുടെ മനസ്സിൽ ഇടം നേടിയതിന് എല്ലാറ്റിനും 1000 നന്ദി. അച്ഛന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ബീന കൊച്ചമ്മ അച്ഛൻ്റെ പ്രവർത്തനങ്ങളിൽ കൂട്ടാളിയായി, നല്ലൊരു കുടുംബിനിയായി, സഹന മനോഭാവത്തോടെ എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവുമായി ഈ തിമരിച്ചൽ സഭയെ അനുഗ്രഹമാക്കി തീർത്ത കൊച്ചമ്മയോടുള്ള നന്ദി കമ്മിറ്റിയായി അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം നല്ലൊരു അധ്യാപികയായിട്ടും ഭാവിയിൽ നല്ലൊരു കൊച്ചമ്മയായും ശോഭിക്കട്ടെ
ഗ്രേസിൻ ഡാർവിൻ. രണ്ടുപേരും നല്ല അച്ചടക്കമുള്ള മക്കൾ. സഭയിലെ എല്ലാ കാര്യങ്ങളിലും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചത്. ഗ്രേസിൻ ഇതുവരെയും മൈക്കോപ്രൈഡറായിട്ട് ഈ സഭയിൽ സേവനമനുഷ്ഠിച്ചു. അതിനോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം പഠിച്ച് ഉന്നത സ്ഥാനം കരസ്ഥമാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. രണ്ട് മക്കളോടുള്ള ഈ സഭയുടെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ആശംസയും അറിയിക്കുന്നു. ശാസ്ത്ര കമ്മിറ്റി 2022-2025 അത് അച്ഛനെ ഓർമ്മിക്കാൻ വേണ്ടി ഞങ്ങൾ സഭയായച്ഛന് ഈ സമയമാണ്. പ്രശ്നങ്ങളില്ലാത്ത ഒരു സഭയാണ്. ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഉണ്ടെങ്കിലും ഒരു ചെറിയ വല്ല സൗന്ദര്യപ്പിണക്കങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. ഇവിടെ ഗ്രൂപ്പിസമില്ല, വഴക്കില്ല. നേരത്തെ പ്രിയമുള്ള ടിജു പറഞ്ഞതുപോലെ ഇവിടെ കമ്മിറ്റി കൂടുന്നതെല്ലാം ഒരു സന്തോഷത്തിനുള്ള കൂടെയാണ്, ഒരു തമാശ പോലെ കാര്യങ്ങളൊക്കെ പറയും, പിന്നെ ചിരിച്ച് കളിച്ച് അങ്ങ് തിരിയും. പക്ഷെ ഓണസഭ അങ്ങനെയാകണം എന്ന് ഇല്ല. അനേകരെ കർത്താവിലേക്ക് നേടുവാൻ, അനേകരോട് സുവിശേഷം അറിയിക്കുവാൻ. ഞാൻ വീണ്ടും അച്ഛനോട് പറയണം, അച്ഛനോട് കാഴ്ച കൊടുക്കുവാൻ, പീഡിതന്മാരെ വിടുവിച്ചയക്കുവാൻ, കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കുവാൻ എന്നെ അയച്ചിരിക്കുന്നു. അത് എപ്പോഴും മനസ്സിൽ കിടക്കട്ടെ. ഒരുപക്ഷെ പോകാൻ കഴിഞ്ഞില്ല എങ്കിലും അതിനുള്ള ഒരു താല്പര്യം ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ മൂത്ത സഹോദരൻ ആൽബർട്ടിന്റെ കാൽപ്പാടുകളെ പിന്തുടരാനാണ് പറയാനാണ് എനിക്ക് താല്പര്യമുള്ളത്. കാരണം ഞാനിപ്പോൾ ചെയ്യുന്ന ശുശ്രൂഷ അതുമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. അതില് വളരെ സന്തോഷമുണ്ട്. എത്ര പേർക്ക് ജീവന്റെ മാർഗം കാണിച്ചു കൊടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു സന്തോഷം. അവരുടെ ശുശ്രൂഷകളും ദൈവം മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനോട് വന്നതിന് ശേഷം സഭയ്ക്ക് ധാരാളം നന്മകൾ ലഭിച്ചത് അത് എനിക്കെടുത്ത് പറയാനുള്ള ഒരു കാര്യമാണ്. ഇവിടെ നേരത്തെ ഡോക്ടറുണ്ടായിരുന്നു, പക്ഷെ നമുക്കൊരു മത്സരത്തിന് കൂടെ കിട്ടി. ഇതെല്ലാം പ്രാർത്ഥനയുടെ പിൻബലത്തിലുണ്ടാകുന്നതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാ കുടുംബങ്ങളെയും ദൈവം ആശീർവദിക്കട്ടെ. നേരത്തെ തിരിച്ചു പറഞ്ഞതുപോലെ അച്ഛനോടുള്ള സ്നേഹം കൊണ്ടല്ല നിങ്ങൾ പള്ളിയിൽ വരേണ്ടത്. ഈ അച്ഛൻ മലയഗിരി പള്ളിയിലാണ് പോകുന്നത്. അച്ഛനോടുള്ള സ്നേഹം നാളെ എല്ലാവരും മലയഗിരി പള്ളിയിലേക്ക് മക്കളെ ഇവിടെ ആളുകൾ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ കാണണം. അച്ഛനെ അന്വേഷിച്ച് നിങ്ങൾ അല്ലാത്ത ദിവസങ്ങളിൽ പോയി കാണാൻ, സംസാരിക്കാൻ. പക്ഷെ ഞായറാഴ്ച ആരാധനയ്ക്കുള്ള നല്ലതാണ്. അത് ഏറ്റവും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അച്ഛൻ മലയഗിരിയാണ്, നമുക്ക് അങ്ങോട്ട് പോകണം. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. അച്ഛൻ എല്ലാവിധമായ അച്ഛനും കുടുംബത്തിനും ഉച്ചമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം എല്ലാവിധമായ നന്മകളും ആശംസിക്കുന്നു. ദൈവം ഇനിയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും ശുശ്രൂഷകളിൽ വളർത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു. അച്ഛൻ പണ്ട് എനിക്ക് 70 വയസ്സായപ്പോൾ എനിക്കൊരു ആശംസകൾ അറിയിക്കാം. ആദ്യം സ്ത്രീധന സഖ്യം, സൺഡേ സ്കൂൾ, യുവജന സഖ്യം. ഞാൻ ആനി എന്ന് വിളിച്ചു, അന്നയാണ് പറയുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധമായിട്ട് പെരുമാറാകട്ടെ. 5 വർഷക്കാലം നമ്മോടൊപ്പം ആയിരുന്ന അച്ഛനും കൊച്ചമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും ആശംസ, സ്ത്രീ സഖ്യത്തിന്റെ പേരിലുള്ള ആശംസ അർപ്പിക്കാനാണ് ഞാൻ നിൽക്കുന്നത്. ആദ്യമായിട്ട് അച്ഛനിലൂടെയാണ് കൊച്ചമ്മയിലോട്ട് വരേണ്ടത്. കാരണം അച്ഛൻ്റെ ശുശ്രൂഷ ഞങ്ങളുടെ സംഘടനയ്ക്ക് ഏറ്റവും ധന്യമായിരുന്നു 5 വർഷക്കാലം. മലയങ്കി സഭയിലേക്ക് പോകുന്ന സ്നേഹവും ബഹുമാനമുള്ള അച്ഛനും കുടുംബത്തിനും സൺഡേ സ്കൂളിന്റെ പേരിലുള്ള ആശംസകൾ അർപ്പിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും ഓടി നടന്ന് വളരെ ആത്മാർത്ഥതയോടെ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു അച്ഛനാണ്.
5 വർഷം എനിക്കും അച്ഛനോടൊപ്പം സൺഡേ സ്കൂളിന്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുവാൻ സഹായിച്ചു. ഈ 5 വർഷക്കാലവും ഒരിക്കൽ പോലും ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു അസ്വാരസ്യം ഉണ്ടാകുവാനോ ഒന്നും ദൈവം ഇടവരുത്തിയില്ല. അച്ഛൻ എല്ലാ കാര്യങ്ങളിലും നമ്മോടൊപ്പം സഹകരിച്ചു. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമുക്കറിയാം അച്ഛൻ ഈ സഭയിൽ നിന്ന് മറ്റൊരു സഭയിലേക്ക് ട്രാൻസ്ഫർ ആയി പോവുകയാണ്. അപ്പോൾ അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത്. അങ്ങനെ ചുമ്മാ പറയുന്നതല്ല. കാരണം 2 വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ എൻ്റെ അടുത്ത് പള്ളിയുടെ മുൻഭാഗത്ത് വെച്ച് അച്ഛൻ എന്നോട് പറഞ്ഞു, ജിനോ നീ ലീഡറാണ്, പള്ളിയുടെ ബാക്ക് വശത്ത് 2-3 ബെഞ്ചുകളുണ്ട്, അതൊക്കെ ഒന്ന് പിടിച്ച് ഇപ്പുറ സൈഡിലോട്ട് വന്നു. അപ്പം ഞാൻ ആദ്യം അച്ഛനടുത്ത് പറഞ്ഞു, ഓക്കെ അച്ഛാ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ ഫ്രണ്ടിലോട്ട് പോയി എൻ്റെ ബാക്കി കൂട്ടുകാരോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ബാക്കിൽ ബെഞ്ചൊക്കെ ഉണ്ട്, ബെഞ്ചിനെയൊക്കെ ഒന്ന് പിടിച്ച് ഇപ്പുറ സൈഡിലോട്ട് ഇടാം. അപ്പം ആദ്യം കണ്ടത് സനുവിനെയാണ്. സനുവിനോട് ഞാൻ ഈ കാര്യം പറയുമ്പോഴത്തേക്കും സനു എന്നോട് അച്ഛൻ പറഞ്ഞു, സനു എന്നോട് പറഞ്ഞു, അച്ഛൻ ഈ കാര്യം എൻ്റെ അടുത്തും പറഞ്ഞു, ഞാൻ ലീഡറാണ്, ബെഞ്ചിലെല്ലാം പിടിച്ച് ഇപ്പുറ സൈഡിലോട്ട് ഇടാനായി. അപ്പൊ അതുകൊണ്ട് എനിക്ക് മനസ്സിലായി അച്ഛൻ എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത്. അടുത്തതായി ഗ്രേസിനെയും ഗാർവിനെയും കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗ്രേസിന് ഗാർവിൻ നമ്മളിൽ ഒരാൾ തന്നെയാണ്, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം എൻ്റെ യൂത്തിൻ്റെ മേലിൽ ഗ്രേസിനും ഗാർവിനും ചെറിയ സ്നേഹ സമ്മാനം. കൊച്ചമ്മ സഭാവിശ്വാസികളെ, ഇന്ന് ഞാനിവിടെ ആയിരിക്കുന്നത് കഴിഞ്ഞ 5 വർഷം നമ്മുടെ സഭയിലെ ബാലസംഘടനയ്ക്ക് എല്ലാ നല്ല നേതൃത്വം നൽകിയ അച്ഛൻ ഈ വരുന്ന ആഴ്ച മുതൽ മറ്റൊരു സഭയിൽ പോവുകയാണല്ലോ. അച്ഛൻ ആശംസകൾ അർപ്പിക്കുവാനാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. സഭയുടെ ബാലസംഘത്തിന്റെ എല്ലാ പ്രവർത്തനത്തിനും നല്ല നേതൃത്വം നൽകിയ അച്ഛൻ ഇനി പോകുന്ന സഭയിലും ഇതേപോലെ നന്നായി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ബാലസംഘം നൽകുന്ന ഒരു ചെറിയ ഉപഹാരം അച്ഛനും കൊച്ചമ്മയും ചേർന്ന് മക്കളെ ആശംസ അറിയിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഞങ്ങൾ സൂപ്പർ അഡൾട്ട് സെക്കൻഡിലെ അധ്യാപികയായി ഒരു 5 വർഷക്കാലം കൊച്ചമ്മയിൽ പ്രവർത്തിക്കുവാൻ സാധിച്ചു. ഈ സൂപ്പർ അഡൾട്ട് എന്ന് പറയുന്നത് കുഞ്ഞുപിള്ളേരല്ല, വിവാഹം കഴിഞ്ഞ് മക്കളും കൊച്ചുമക്കളും ആയവരാണ്. നമുക്കറിയാം, നമ്മുടെ വീട്ടിലായിരിക്കുമ്പോൾ ഒരു അമ്മ അല്ലെങ്കിൽ അമ്മൂമ്മ എങ്ങനെയായിരിക്കും സ്വഭാവം എന്ന്. അങ്ങനെ വിവിധ സ്വഭാവത്തിൽ കടന്നു വരുന്ന അമ്മമാരെയും അമ്മൂമ്മമാരെയും സാഹോദര്യ സ്നേഹത്തോടെ ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായി പഠിപ്പിച്ച് നമ്മുടെ ജീവിതത്തിലുള്ള വിഷയങ്ങളെല്ലാം നന്നായി അറിഞ്ഞ് അതിനൊക്കെയും സാന്ത്വന നൽകി ആശ്വസിപ്പിച്ചാണ് ക്ലാസ് കഴിഞ്ഞ് ഞങ്ങളൊക്കെയും മടക്കി വിടുന്നത്. ഇതൊരു പുതിയ അനുഭവമാണ്. മുമ്പ് ആയിരുന്ന സ്നേഹ സഹോദരിയായി വിളങ്ങുവാൻ ദൈവം സഹായിക്കട്ടെ. കൊച്ചമ്മയും മക്കളും അച്ഛനുമായിട്ട് ആ സഭയിൽ നല്ല നേതൃത്വം വയ്ക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ സൂപ്പർ അഡൾട്ട് സെക്രട്ടറിന്റെ ഒരു സമ്മാനമായി നൽകുന്ന പാരിതോഷികം സ്വീകരിക്കുവാനായിട്ട് കൊച്ചമ്മ. അടുത്തതായി മറുപടി പ്രസംഗമാണ്. ആദ്യം കൊച്ചമ്മയാണ്. എന്ത് പറയണമെന്നും അറിയില്ല, എന്നൊക്കെ പറയാനുണ്ട്. നിങ്ങളുടെ എല്ലാം നല്ല വാക്കുകൾക്ക് നന്ദി. എന്തായാലും തിരിച്ച സമയം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഡൈവേഴ്സിൻ്റെ ഈ
ട്രാൻസ്ഫർ എന്നാൽ ആദ്യമായിട്ട് നമ്മൾ കുടുംബമായിട്ട് വരുന്നത് ഈ സഭയിലാണ്. അതുകൊണ്ട് നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമല്ല, ഈ ഒരു കുടുംബം നമ്മളെ കുടുംബം പോലെ ഞങ്ങളെ 4 പേരെയും നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ഞങ്ങൾ കരുതി. ഇവിടെ ഈ 5 വർഷക്കാലം എൻ്റെ പപ്പയോടെ ഈ സർവീസ് ചെയ്യാനായി അതൊരു സ്റ്റോക്ക് കയറ്റുന്നു. പള്ളി പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്, ഒരിക്കലും തീരത്തില്ല. പക്ഷെ എനിക്കിപ്പോൾ മനസ്സുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയണം. ഫസ്റ്റ് തന്നെ ഈ വാവയാണ്. പണ്ട് തൊട്ട് എനിക്ക് ഈ വന്നപ്പോൾ ഞാൻ 5-ലായിരുന്നു, ഇപ്പം 10-ലായി. അപ്പം അപ്പോൾ തൊട്ട് എനിക്ക് വാവ എനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു. പക്ഷെ എല്ലാ ആൻറ്റിമാരും അമ്മേരെയും ക്ലാസ്സിലെല്ലാം വിളിക്കും, വാവയിൽ തന്നെ വിളിക്കത്തുള്ളൂ. അപ്പം ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി അത് സ്നേഹം കൊണ്ടാണ്. അവിടെ അത്രയും സ്നേഹമുണ്ട്, വാത്സല്യമുണ്ട്, തികച്ച കുടുംബത്തിൻ്റെ അത്രയും കരുതുന്നു എന്ന് മനസ്സിലാക്കി. അതേപോലെ തിമിച്ച പള്ളി എനിക്ക് പണ്ട് തൊട്ട് കൊച്ചിൻ്റെ സ്റ്റേജ് ഫിയർ ഭയങ്കര ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. എന്നാൽ തന്നെ കുറച്ചും കൂടെ സ്റ്റേജിലോട്ട് കൊണ്ടുവന്നത് തിമിച്ച പള്ളിയാണ്. കുറച്ചും കൂടെ ബൈബിൾ വായിക്കാനായാലും ഇങ്ങനെ പറയാനായാലും തിമിച്ച പള്ളി എനിക്ക് കുറേ അവസരങ്ങൾ നൽകി. അതിനൊത്ത് നന്ദി പറയുന്നു. അതുപോലെ തന്നെ യൂത്ത് ബാലസഖ്യം, സീനിയർസഖ്യം എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇനി 10-ലാണ്, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. ഈ തുടർന്നുള്ള നമ്മുടെ ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കുന്നത് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ മഹാകരുണയാൽ പ്രത്യേകിച്ച് ഈ പ്രത്യേക ശുശ്രൂഷയ്ക്ക് അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന ടിജുഡിക്ക് ആശംസകൾ അർപ്പിച്ച ഡോക്ടർ അങ്കിൾ, അതുപോലെ ഷാനി ടീച്ചർ, മറ്റു സംഘടനാ ഭാരവാഹികൾ എല്ലാവർക്കും, അതുപോലെ സഭാവിശ്വാസികൾക്കും എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. കഴിഞ്ഞ 1824 ദിവസം ഈ സഭയിൽ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം എന്നെ അനുവദിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദി അർപ്പിക്കുന്നു. എൻ്റെ കൂടപ്പിറപ്പുകളായി ഈ സഭ എന്നോടൊപ്പമായിരുന്നു എന്നതാണ് ഇതുവരെയും ഞാൻ ഈ സഭയിൽ നിൽക്കുവാനുള്ള അതിനുള്ള സാധ്യത ഉണ്ടായത്. ദൈവകൃപയാൽ വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ കടന്നു വന്നപ്പോഴെല്ലാം ഓരോ സഹോദരങ്ങളും മാതാപിതാക്കളും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. ദേവാലയത്തിൽ നിന്നും വെറും 2.5 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ദേവാലയത്തിലേക്കാണ് പോകുന്നതെങ്കിലും ഒരു വിവാഹം ചെയ്തു കൊടുക്കപ്പെട്ട മകൾ തൻ്റെ ജീവിത പങ്കാളിയോട് പറ്റിച്ചേരണം എന്നുള്ള ഒരു വ്യക്തമായ അറിവുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, അതിനോട് ആ അവസ്ഥയിലേക്ക് മാറുന്നത് കൊണ്ട് ഈ സഭയിൽ നിന്നും ഉള്ള വിടവാങ്ങൽ എനിക്ക് വളരെ ഫീലിംഗ് തന്നെയാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും അതേ അവസ്ഥയാണ്. ഔദ്യോഗികമായുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും നാളെ എന്നൊരു ദിവസത്തിൽ എനിക്ക് നാളെ ശേഷം നിഷേധിക്കപ്പെടുകയാണ്. ആയതിനാൽ നിങ്ങൾ വളരെ വിനയത്തോടുകൂടെ എന്നെ, എൻ്റെ കുടുംബത്തെ ഇത്രത്തോളം പരിപാലിച്ചതിന്, കരുതിയതിന് 1000 നന്ദി. ധാരാളം കാര്യങ്ങൾ എഴുതി വച്ചു എങ്കിലും അത് മുമ്പോട്ട് പോകുവാൻ എനിക്ക് കഴിയുന്നില്ല. എന്തായാലും വിടവാങ്ങൽ എന്നുള്ളത് എല്ലാവരിൽ നിന്നും ഒരല്പം അകൽച്ച നല്ലതാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ കടമെടുത്ത ഒരു കൊട്ടേഷനാണ്. എല്ലാവരിൽ നിന്നും ഒരല്പം അകൽച്ച നല്ലതാണ്. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല, സ്വയം വേദനിക്കാതിരിക്കാൻ വേണ്ടി. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല, സ്വയം വേദനിക്കാതിരിക്കാൻ വേണ്ടി. നമ്മളാൽ ആർക്കെങ്കിലും വേദന ലഭ്യമായിട്ടുണ്ട് എങ്കിൽ അവരോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ദൈവം നൽകുന്ന താലന്തുകളെ ആവോളം വീണ്ടും ശുശ്രൂഷ മേഖലകളിൽ അത് പ്രാവർത്തികമാക്കുക. നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഒരിക്കൽ കൂടെ ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ നൽകിയ ഏറ്റവും ഉന്നതമായ സ്നേഹ ആദരവുകൾ പ്രത്യേകിച്ച്
സഭയിലെ കമ്മിറ്റി അംഗങ്ങൾ അവർ എന്നോട് കാണിച്ച ഇനി എനിക്ക് സഹോദരനായിട്ട് ഒരകർച്ച ടീച്ചറോട് ഡിഗ്രി എന്ന് മാത്രമേ എനിക്ക് വിളിക്കുവാൻ സഹോദരമുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ചേട്ടൻ്റെ പദവിയിലേക്ക് എത്തിച്ചു എന്നുള്ളത് സന്തോഷം. കാരണം നമ്മുടെ സ്റ്റേജ് വേറെയിലേക്ക് പോവുകയാണ്. തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ദേവാലയം തീർച്ചയായും ഈ ദേവാലയത്തിൽ ചിന്തീകർ പറഞ്ഞതുപോലെ ധാരാളം പേർ ആഗ്രഹിച്ചുവെങ്കിലും പലരും നിരാശപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ സ്നേഹ ഉപകാരങ്ങൾക്കും പ്രത്യേകിച്ച് ആദ്യം സെക്രട്ടറി ആയിരുന്ന വാത്സല്യമുള്ള ടീച്ചർക്കും സെക്രട്ടറി ആയിരിക്കുന്ന ഷൈനി ടീച്ചറിനും ഈ ശുശ്രൂഷയിലേക്ക് എന്നെ ആനയിച്ച ബഹുമാനമുള്ള ഡോക്ടർ അനിലിനും എല്ലാ വ്യക്തികൾക്കും ഒരായിരം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് സമ്മതിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.